ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഗൾഫിൽ വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന യുദ്ധം ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടുള്ള യുദ്ധങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണിത്. ഇത്രയും നാള്, അതായത് ഇറാഖ് ഗൾഫ് വാർ മുതൽ ഇങ്ങോട്ട്, അതായത് അമേരിക്ക നേറ്റോ സഖ്യങ്ങൾ ഇറാഖിനെ ഇൻവൈഡ് ചെയ്ത് ഇറാഖുമായിട്ട് നടത്തിയ യുദ്ധം മുതൽ ഇങ്ങോട്ടുള്ള യുദ്ധങ്ങൾ എല്ലാം തന്നെ ഈ ഒരു ക്രിട്ടിക്കൽ മൊമെന്റിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ള യുദ്ധങ്ങളായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് അവരുടെ മിഡിൽ ഈസ്റ്റിൽ, വെസ്റ്റ് ഏഷ്യയിൽ അമേരിക്കൻ ലെഡ്, അല്ലെങ്കിൽ യു എസ് ലെഡ് വെസ്റ്റിൻ്റെ അല്ലെങ്കിൽ യു എസ് ലെഡ് നേറ്റോയുടെ ലക്ഷ്യം ഇറാനായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ മൊമെന്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞാൽ ഈ യുദ്ധം വെസ്റ്റ് ഏഷ്യയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇറാൻ കഴിഞ്ഞ് അവർക്ക് പ്രത്യേകിച്ച് പറയത്തക്ക ഒരു ടാർഗറ്റ് അവിടെ ഇല്ല. അപ്പോൾ ഇറാന് മുമ്പ് സിറിയ, ലിബിയ, ലെബനൻ, ഇറാഖ് ഇതുപോലുള്ള രാജ്യങ്ങൾ, 7 രാജ്യങ്ങളാണ് അവർ പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇറാഖ്, സുഡാൻ, ലിബിയ, ലെബനൻ, സിറിയ, പിന്നെ ഇറാൻ, പിന്നെ ഒരു രാജ്യങ്ങളുണ്ട്. ഇത്രയും രാജ്യങ്ങളെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ അവസാന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ വാർ. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മെഗാ പ്രോജക്റ്റിൻ്റെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഈ യുദ്ധത്തിൻ്റെ പരിണത ഫലം എന്താകുമെന്നോ, അല്ലെങ്കിൽ ഈ യുദ്ധം എങ്ങനെ ആയിത്തീരും, യുദ്ധം എന്തെങ്കിലും അവസാനിക്കും, ഇന്നല്ലെങ്കിൽ നാളെ യുദ്ധം അവസാനിക്കും. പക്ഷേ ഇതിൻ്റെ റിസൾട്ടും പിന്നെ അതിനുശേഷമുള്ള അതിൻ്റെ ബാക്കി റിമൈനിങ് ഫേസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിനുശേഷമുള്ള നെക്സ്റ്റ് ഫേസ് എന്തായിത്തീരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. ഇറാനും ഇസ്രായേലും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇറാൻ വലിയൊരു രാജ്യമാണ്, ഇസ്രായേൽ ചെറിയ രാജ്യമാണ്. ഇസ്രായേൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇസ്രായേൽ ചെയ്യുന്ന യുദ്ധം ഇസ്രായേലിൻ്റെ യുദ്ധമല്ല, പടിഞ്ഞാറൻ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ യു എസ് നേറ്റോയുടെ യുദ്ധമാണ്, അല്ലെങ്കിൽ യു എസിൻ്റെ യുദ്ധമാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇറാൻ ചെയ്യുന്ന യുദ്ധം എന്തായാലും ഇറാനും ഒറ്റയ്ക്കല്ല യുദ്ധം ചെയ്യുന്നത്. ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന, ബാക്ക് ചെയ്യുന്ന ചില ശക്തികൾ, അത് നമുക്ക് റഷ്യ, ചൈന എന്നുള്ള പേരിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്കിൽ തന്നെയും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്യാനും റഷ്യയും ചൈനയും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ വിസ്മരിക്കരുത്. കാരണം ഇത് മിഡിൽ ഈസ്റ്റിൽ ആർക്ക് വൻ സ്വാധീനം, ആധിപത്യം ഉണ്ടാകണം എന്നുള്ളതിനെ ചൊല്ലിയുള്ള യുദ്ധമാണ്. അത് അമേരിക്കയ്ക്ക് വേണോ അതോ റഷ്യ ചൈന കോമ്പിനേഷന് വേണോ എന്നുള്ളതിൻ്റെ ഒരു വാറാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇസ്രായേൽ ഒരു പ്രോക്സിയാണ്, ഇറാനും ശരിക്കും പറഞ്ഞ ഒരു പ്രോക്സിയാണ്. ഇവർ തമ്മിലുള്ള ഡയറക്റ്റ് വാർഫെയർ അല്ല ഇതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനെ പ്രോക്സിയായിട്ട് ഉപയോഗിക്കുന്നത് പോലെ ഇന്ത്യക്കെതിരെ ഇസ്രായേലിനെ പ്രോക്സിയായിട്ട് ഉപയോഗിക്കുന്ന അമേരിക്കൻ നേറ്റോ രാജ്യങ്ങളും ഇറാനെ പ്രോക്സിയായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ റഷ്യ ചൈന ആക്സിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇറാൻ തോറ്റു കഴിഞ്ഞാൽ റഷ്യക്കും ചൈനയ്ക്കും മിഡിൽ ഈസ്റ്റിൽ ഉള്ള അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ സ്വാധീനത്തെ ന്യൂട്രലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്, അതിന് പിന്നെ ഒരു ബലക്ഷയം ഉണ്ടാകുക എന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അമേരിക്ക അതിൻ്റെ സർവാധിപത്യം മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ വൻ സ്വാധീനം മിഡിൽ ഈസ്റ്റിൽ ഊട്ടിയുറപ്പിക്കാൻ പോവുകയാണ് ഈ പറഞ്ഞ ഇറാൻ ദുർബലപ്പെടുകയാണെങ്കിൽ എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യു എസ് ഇസ്രായേലി യുദ്ധം, ഇറാൻ്റെ മേൽക്ക് അല്ലെങ്കിൽ ഇറാനെതിരെയുള്ള യുദ്ധത്തിൻ്റെ പ്രധാന കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ പോകുന്നത്. അത് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഒരു ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതിൻ്റെ എല്ലാം ഇനിഷ്യേറ്റീവ് അമേരിക്കയാണ്. അമേരിക്കയുടെ ലക്ഷ്യം അമേരിക്കൻ സാമ്രാജ്യം അതുപോലെ തന്നെ നിലനിർത്തുക, ഒന്ന്. അവരുടെ സർവാധിപത്യം
മറ്റെല്ലാ രാജ്യങ്ങളുടെ മേൽക്കും അടിച്ചേൽപ്പിക്കുക, ഊട്ടി ഉറപ്പിക്കുക, അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, ഉള്ളത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, പൊതുവായിട്ട് തന്നെ വ്യാപിപ്പിക്കാൻ സാധിക്കും, വ്യാപിപ്പിക്കുക. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലം വെസ്റ്റ് ഏഷ്യയാണ്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റാണ്. അപ്പോൾ ആ മിഡിൽ ഈസ്റ്റിൽ ഇനിയും ഏറ്റവും അമേരിക്കൻ സാമ്രാജ്യ ശക്തിയെ എതിർക്കുന്ന ഒരു ശക്തിയായി നിലകൊള്ളുന്ന ഇറാനാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ആണ്, എതിർപ്പിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ ഒരു ആക്സിസ് സഖ്യം. അത് ഇറാൻ, റഷ്യ, ചൈന, നോർത്ത് കൊറിയ ഇതിനകത്ത് വലിയ പാർട്ടൊന്നുമില്ല. എന്നാൽ തന്നെ പേരിന് വേണ്ടി വേണമെങ്കിൽ നോർത്ത് കൊറിയ എന്ന് പറയാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള സിറിയ, ലിബിയ, ലെബനൻ, ഇറാഖ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. ഇറാഖ് എന്ന് പറഞ്ഞാൽ സദാം ഹുസൈന് ശേഷമുള്ള ഇറാഖിന്, സദാം ഹുസൈന് ശേഷമുള്ള ഇറാഖിന് ഈ ഇറാൻ്റെ പക്ഷം ചേരുകയും ഇറാന് കൂടുതൽ അവിടെ സ്വാധീനം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം സദാം ഹുസൈൻ സുന്നി ആയിരുന്നെങ്കിലും ഇറാഖിൽ സുന്നി മൈനോറിറ്റി ആണെങ്കിലും ഷിയാണ് അവിടെ മെജോറിറ്റി. പക്ഷേ സദാം ഹുസൈൻ്റെ സമയത്ത് സുന്നി മൈനോറിറ്റിയാണ് അവിടെ ഭരണം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സദാം ഹുസൈനെ അവിടുന്ന് പറഞ്ഞ് ഭരണത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം അത് ഇറാൻ അവിടെ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയും ഇപ്പോൾ ഏകദേശം ഇറാഖിൽ ഇറാന് നല്ല സ്വാധീനമുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള ആക്സസ് ഓഫ് റെസിസ്റ്റൻസിനെ തകർക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക, അമേരിക്കൻ ഹെജിമണി, സർവാധിപത്യം, പിന്നെ മറ്റുള്ള ഈ പറഞ്ഞ വെസ്റ്റ് ഏഷ്യയിലെ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ ശക്തിപൂർവം അടിച്ചേൽപ്പിക്കുക, പാലസ്തീനെ കോളനൈസ് ചെയ്യുക, പിന്നെ ഇറാനിയൻ ഗവൺമെൻറ്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, പെട്രോ ഡോളർ സിസ്റ്റം നിലനിർത്തുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് പെട്രോ ഡോളർ സിസ്റ്റം. അത് ഈ പറഞ്ഞ പെട്രോ ഡോളറിനെതിരെ അല്ലെങ്കിൽ ഡോളറിനെതിരെ പിന്നെ നിലകൊള്ളുന്ന എല്ലാ രാജ്യത്തെയും നിലംപരിശാക്കുവാൻ അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡീ ഡോളറൈസേഷനെ തടയുക, അത് ബ്രിക്സിൽ കൂടാണ് അത് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ബ്രിക്സിനെ ഡിവൈഡ് ചെയ്യുക, ബ്രിക്സിനെ ബ്രേക്കപ്പ് ചെയ്യുക. അങ്ങനെ ഇറാൻ, റഷ്യ, ചൈന പാർട്ട്ണർഷിപ്പിനെ ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ ഇറാനെതിരെയുള്ള US-ഇസ്രായേൽ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ സർവാധിപത്യം അല്ലെങ്കിൽ സാമ്രാജ്യ ശക്തി അതുപോലെ തന്നെ നിലനിർത്തുക വെസ്റ്റ് ഏഷ്യയിൽ. കാരണം വെസ്റ്റ് ഏഷ്യ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു എന്താണ് പറയുന്നത് പ്ലേയിങ് ഫീൽഡാണ്, കളിസ്ഥലമാണ് അമേരിക്കയുടെ. ആൻറ്റി കൊളോണിയൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ ഡിസ്ട്രോയ് ചെയ്യുക. അതിൻ്റെ പ്രധാനപ്പെട്ട അതിനകത്തിലെ പാർട്ടിസിപ്പൻസാണ് റഷ്യ, ഇറാൻ, ചൈന എന്ന് പറയുന്നത്. അപ്പോൾ പാലസ്തീനെ കോളനൈസ് ചെയ്യുക അല്ലെങ്കിൽ പാലസ്തീൻ്റെ മുകളിൽ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അമേരിക്കയ്ക്കും ഇസ്രായേലിനും കിട്ടുന്നത് പിന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണല്ലോ ഇറാനും ഇറാൻ്റെ പ്രോക്സീസും ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ ഇല്ലാതാക്കിയിട്ട് പാലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്തെ കോളനൈസ് ചെയ്യുക എന്നുള്ളതാണ് അമേരിക്ക ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഇസ്രായേൽ അവിടെ നിൽക്കട്ടെ, ഇസ്രായേൽ അമേരിക്കയുടെ പ്രോക്സിയാണ്. അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആകുന്നത് തടയുക, ആണവായുധം ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥ ഇറാൻ കൈവരിക്കുന്നതിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക, അതിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. പിന്നെ ഇപ്പോൾ ഇറാനിൽ നിലനിൽക്കുന്ന റവല്യൂഷണറി ഗവൺമെൻറ്, കൊമേനി എന്നൊക്കെ പറയുന്ന ഈ റിലീജിയസ് നേതാക്കളുടെ നിയന്ത്രണത്തിലുള്ള റവല്യൂഷണറി ഗവൺമെൻറ്റിനെ, തിയോക്രാറ്റിക് ആയിട്ടുള്ള ഗവൺമെൻറ്റിനെ ഒന്നുകിൽ പൂർണ്ണമായിട്ടും ഓവർത്രോ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. പിന്നെ വെസ്റ്റ് ഏഷ്യൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് രാജ്യങ്ങളെ സ്കെയർ ചെയ്യുക, ഭീഷണിപ്പെടുത്തുക. എന്നുവെച്ചാൽ അവരൊരിക്കലും $ഡോളർ വിട്ട് മറ്റൊരു കറൻസിയിലേക്ക് പോകരുത്, അമേരിക്കയുടെ സമഗ്രമായിട്ടുള്ള ആധിപത്യത്തെ വെല്ലുവിളിക്കരുത്. അപ്പം ഇതൊരു ഫിയർ ഫാക്ടറാണ്, മറ്റുള്ളവരെ സ്കെയർ ചെയ്യാൻ വേണ്ടി.
മറ്റുള്ളവരൊരു ഭീതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിക്കൂടാണ് ഇതുപോലുള്ള യുദ്ധങ്ങളും അറ്റാക്കുകളും ആക്രമണങ്ങളും നടത്തുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് മൊണാർക്കീസ്, അതായത് സൗദി, UAE, ബഹറിൻ, ഖത്തർ, കുവൈറ്റ്, ഇതൊക്കെയാണ് അവിടുത്തെ മൊണാർക്കീസ്, ഗൾഫ് മൊണാർക്കീസ് എന്ന് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ ജോർദൻ, ഇതുപോലുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ രാജ്യഭരണമുള്ളത്. അപ്പോൾ ഈ രാജ്യങ്ങളൊന്നും ഒരിക്കലും ഒരു രീതിയിലും മറുഭാഗത്തു നിന്നുള്ള ഒരു പ്രലോഭനത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിൻ്റെ പേരിൽ US ഡോളർ പിന്നെ ഡിറ്റാച്ച് ചെയ്ത് യൂറോയിലേക്കോ അല്ലെങ്കിൽ ഈവൻ ചൈനീസ് യുവാൻ ഇതിലേക്കൊന്നും പോയിട്ട് അവരവിടെ പെട്രോളിയത്തിൻ്റെ കച്ചവടം നടത്തരുത് എന്നുള്ളൊരു ഭീഷണി കൂടെ ഇതുപോലുള്ള യുദ്ധങ്ങളിലുണ്ട്. പെട്രോ ഡോളർ സിസ്റ്റം അതുപോലെ തന്നെ നിലനിർത്തുക, എന്നിട്ട് US ഡോളറിൻ്റെ ഡിമാൻഡും അതുപോലെ തന്നെ US ഡോളറിൻ്റെ സ്ട്രെങ്തും ലോകത്ത് പഴയതുപോലെ നിലനിർത്തുക. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാണ് US ഡോളറിൻ്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ പെട്രോ ഡോളർ എന്ന സംവിധാനത്തിൽ കൂടെയാണ്. കാരണം ലോകത്തിലുള്ള ഏത് രാജ്യത്തിനും, പ്രത്യേകിച്ചും ഒപ്പക്കിലുള്ള ഇറാൻ ഉൾപ്പെടെ, ഇറാനകത്തിലുണ്ട്, ഒപ്പക്കിലുണ്ട്, ഒപ്പക്കിലുള്ള പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള സൗദി, കുവൈറ്റ്, UAE, ഖത്തർ ഇതുപോലുള്ള രാജ്യങ്ങൾ നിന്ന് എണ്ണ മേടിക്കുമ്പോൾ അവർ ഡോളർ കൊടുത്ത് എണ്ണ മേടിക്കാമെന്നുള്ള 1973-75 ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആരും വിട്ടുമാറി ഡോളറിനെ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും കറൻസിയിൽ ട്രേഡ് നടത്താവുന്ന മേടിക്കുന്ന രാജ്യവും വിൽക്കുന്ന രാജ്യമായിട്ടുള്ള സൗദിയോ UAE ഒന്നും തന്നെ അങ്ങനെയുള്ള പ്രലോഭനത്തിലേക്ക് പോകരുത്. അങ്ങനെ അവരെയും കൂടെ ഭീഷണിപ്പെടുത്തി നിർത്തുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴത്തെ യുദ്ധം തുടങ്ങുന്നത്. ഇപ്പോൾ പെട്രോ ഡോളർ സിസ്റ്റം നിലനിർത്തുക, പിന്നെ ബ്രിക്സിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, ഷാങ്കായ് SCO, ഷാങ്കായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ, അത് പ്രത്യേകിച്ച് റഷ്യയും ചൈനയാണ് അതിൻ്റെ നെടുന്തൂണുകൾ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയൊക്കെ അതിൽ മെമ്പേഴ്സാണ്. പക്ഷെ റഷ്യയുടെയും ചൈനയുടെയും തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങളെ നിലനിർത്താൻ വേണ്ടിയാണ് SCO എന്ന് പറഞ്ഞ സംവിധാനം അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ളതും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ബ്രിക്സിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, SCOയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, അങ്ങനെ ഗ്ലോബൽ സൗത്തിനെ ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ മൾട്ടി പോളാർ പ്രോജക്റ്റ്, ബഹുധ്രുവ ലോകം. ഇപ്പോൾ അമേരിക്ക പറയുന്നത് യൂണിപോളാർ വേൾഡാണ്. കാരണം ഞങ്ങൾ മാത്രമാണ് ലോകത്തിൻ്റെ ഒരേ ഒരു സൂപ്പർ പവർ, ഞങ്ങൾ മാത്രമായിരിക്കും ലോകത്തിൻ്റെ സൂപ്പർ പവർ, ഞങ്ങളെ എല്ലാ രാജ്യങ്ങളും അനുസരിച്ചോണം, ഒബേ ചെയ്തോണം, ഞങ്ങൾ പറയുന്നതാണ് ലോകത്തിൻ്റെ റൂൾ ഓഫ് ദ വേൾഡ്. അല്ലെങ്കിൽ അവർ പറയുന്ന ഗ്ലോബൽ ഓർഡർ, ഭൗമ രാഷ്ട്രീയത്തിൽ അവർ പറയുന്നതായിരിക്കും അവസാന വാക്ക് എന്നൊക്കെയുള്ളതാണ് അമേരിക്കയുടെ പക്ഷം. അതാണ് യൂണിപോളർ വേൾഡ്. ചൈനയും റഷ്യയും ഇന്ത്യയൊക്കെ പറയുന്ന മൾട്ടിപോളർ വേൾഡിനെ കുറിച്ചാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഒരു സൂപ്പർ പവറോ പിന്നെ ഒരു രാജ്യത്തിൻ്റെ ലീഡർഷിപ്പൊന്നും ലോകത്തിന് ആവശ്യമില്ല, എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലുള്ള ഇമ്പോർട്ടൻസ് ആണ് എന്നാണ് ചൈന, റഷ്യ, ഇന്ത്യ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ പറയുന്നത്. മൾട്ടിപോളർ വേൾഡിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മൾട്ടിപോളർ പ്രോജക്റ്റിനെ കുറിച്ചാണ് ഈ രാജ്യങ്ങൾ ഗ്ലോബൽ സൗത്ത് സംസാരിക്കുന്നത്. ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെ ചൈന ഉൾപ്പെടെയുള്ള ലെസ് ഡെവലപ്പിംഗ് നേഷൻസും ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ ഒരു കൂട്ടാണ് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്. ഗ്ലോബൽ നോർത്ത് എന്ന് പറയുമ്പം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള റിച്ച് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഗ്ലോബൽ നോർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലോബൽ സൗത്തിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആണ് ബ്രിക്സിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, ശിഥിലീകരിക്കുക, ഷാങ്കായ്സ് കോപ്പറേഷൻ ഓർഗനൈസേഷനെയും പിന്നെ എന്താണ് പറയുന്നത് വീക്കൻ ചെയ്യുക, ദുർബലപ്പെടുത്തുക എന്നൊക്കെയുള്ള ലക്ഷ്യമുണ്ട് അതിൽ. അവസാനമായിട്ട് റഷ്യയും ചൈനയും ഇറാനുമാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള പാർട്ണർഷിപ്പ്. ഇന്ത്യയുടെ പോളിസി അറിയാം, ഇവിടെ നിൽക്കും അവിടെ നിൽക്കും, എല്ലാ വള്ളത്തിലും ചവിട്ടും. ബ്രിക്സിലും ഉണ്ട്, ക്വാഡിലും ഉണ്ട്. ബ്രിക്സിൽ നിൽക്കുമ്പോൾ തന്നെ ക്വാഡിൽ പോയിട്ട്, അതായത് ചൈനയെ ഒതുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റാണുള്ള ക്വാഡിൽ പോയിട്ട് ഇന്ത്യ ക്വാഡിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇത് രണ്ടും അല്ലാതെ മൂന്നാമിടത്തും പോകും. G7 പോകും ഇന്ത്യ, അതിലല്ല എല്ലായിടത്തും പോകും. അപ്പം ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേച്ചർ അത്ര നമ്മുടെ രാജ്യത്തിനും വലിയ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇറാനും റഷ്യയും ചൈനയും തമ്മിലുള്ള പാർട്ണർഷിപ്പാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത്. അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സർവാധിപത്യത്തെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ, വെസ്റ്റ് ഏഷ്യയിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങൾക്കും സ്വാധീനമുള്ള മേഖലകളിൽ
അമേരിക്കയുടെ സർവാധിപത്യം, ഹെജിമോണി എന്ന് ഇംഗ്ലീഷ് പറയും, അതിനെ ഇല്ലാതാക്കുക, അതിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് റഷ്യ, ചൈന, ഇറാൻ പാർട്ണർഷിപ്പിൻ്റെ ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ ഡോളറൈസേഷനാണ് അവരുടെ ലക്ഷ്യം. ഇന്ത്യ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യ അതിനൊന്നും തയ്യാറല്ലെന്ന്. കാരണം ഇന്ത്യ അമേരിക്കയുടെയും കൂടെ നിൽക്കും, ചൈനയ്ക്കൊപ്പം നിൽക്കും, റഷ്യയുടെ ഒപ്പം നിൽക്കും, എല്ലായിടത്തും പോയി നിൽക്കും, ഇല്ലേ? നമ്മൾ കാണുന്നതാണത്. പക്ഷേ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ഒരു പ്രത്യേക, പിന്നെ എന്താണ് പറയുന്നത്, ഒരു ചേരിയുണ്ട്, ആ ചേരിയിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ പാകിസ്ഥാൻ ആയാൽ പോലെ തന്നെ പാകിസ്ഥാൻ റഷ്യയുടെ കൂടെ അമേരിക്കയുടെ നിൽക്കാറില്ല. ഇന്ത്യ റഷ്യയ്ക്കൊപ്പം ഉണ്ട്, അമേരിക്കയ്ക്കൊപ്പം ഉണ്ട്, ചൈനയോട് ഭയങ്കര ബന്ധങ്ങളാണ്, ജപ്പാനൊപ്പം ഉണ്ട്, എല്ലാ രാജ്യങ്ങൾക്കൊപ്പം ഉണ്ട്, ഫ്രാൻസിനൊപ്പം ഉണ്ട്. അപ്പോൾ ഇതാണ് അമേരിക്ക ഇസ്രായേൽ വാറിൻ്റെ പ്രധാന ചില ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ലക്ഷ്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. ചിലതൊക്കെ കുറച്ചു കാലത്തേക്ക് അത് നിലനിർത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണ്, രാജ്യങ്ങൾ പലതും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആം, ഒരു സ്റ്റാറ്റസ് കോ, തൽസ്ഥിതിയിൽ അമേരിക്കൻ സൂപ്രമസിയാണ്, അമേരിക്കയാണ് സൂപ്പർ പവർ. ആ ഒരു തൽസ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. കാരണം തൽസ്ഥിതി ചലഞ്ച് ചെയ്യപ്പെടാം, വെല്ലുവിളിക്കപ്പെടാം. അപ്പോൾ അതിനകത്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം. മറ്റു രാജ്യങ്ങളിലെ സാമ്പത്തിക അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പാർട്ണർഷിപ്പുകൾ ലോകത്തുണ്ടായിരിക്കും, രാജ്യങ്ങൾ തമ്മിലുള്ള പാർട്ണർഷിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ തൽസ്ഥിതിയെ മാറ്റിമറിക്കുന്നതാണ്. അപ്പോൾ തൽസ്ഥിതി മാറുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് അമേരിക്കയെ പോലെ ശക്തമായി നിൽക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ സംവിധാനം ഒരിക്കലും തൽസ്ഥിതിയിൽ മാറ്റം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നമ്മളായി തന്നെ നമുക്ക് വ്യക്തിപരമായിട്ട് നല്ല പണവും സമ്പത്തും സ്വാധീനമൊക്കെ ഉണ്ട്. അപ്പം അതിനെ വെല്ലുവിളിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും അനുവദിക്കത്തില്ല, ആഗ്രഹിക്കത്തില്ല. അതുപോലെ തന്നെയുള്ളൂ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവസ്ഥയും. അപ്പോൾ അങ്ങനെയുള്ള വെല്ലുവിളികൾ അമേരിക്ക ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ ആ വെല്ലുവിളികളെ നേരിടുക എന്നുള്ളത് അമേരിക്കയ്ക്ക് സാമ്പത്തികമായിട്ടും ഡിപ്ലോമാറ്റിക്കായിട്ടും സാധിക്കാത്തത് കൊണ്ട് അവരെ യുദ്ധത്തിൽ കൂടെ അതിനെ നേരിടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ മിഡിൽ ഈസ്റ്റിലെ, വെസ്റ്റ് ഏഷ്യയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട്, പ്രത്യേകിച്ച് ഒരു 2-3 ഇറാൻ ഇറാഖ് വാർ മുതൽ നമ്മൾ കാണുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എസ്പെഷ്യലി ഗൾഫ് വാർ മുതൽ, ഇറാഖിനെതിരെയുള്ള വാർ മുതൽ ഇങ്ങോട്ട് എല്ലാം തന്നെ അവരുടെ ഡോളറിനെതിരെ ഉണ്ടാകുന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ പറഞ്ഞ ഹെജിമോണിക്കായിട്ടുള്ള അവരുടെ അപ്രമാദിത്യം അല്ലെങ്കിൽ സർവാധിത്വത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു, എന്താണ് പറയുന്നത്, ഒരു ടെൻഡൻസി മറുഭാഗത്തുനിന്ന്, ഇപ്പം അത് ഇറാൻ്റെ ഫോമിലായിരിക്കാം, ഇറാഖിൻ്റെ ഫോമിലായിരിക്കാം, പക്ഷേ അതിന് പിന്നിലുള്ള ശക്തികൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ പ്രോക്സീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇസ്രായേൽ എങ്ങനെ അമേരിക്കയ്ക്ക് പ്രോക്സി ആവുന്നു, യുക്രൈൻ അമേരിക്കയ്ക്ക് എങ്ങനെ പ്രോക്സി ആവുന്നു, അതുപോലെ തന്നെ ഇറാനും ഒരു പരിധിവരെ പ്രോക്സിയാണ്. ഈവൻ ഹൂത്തീസ് ആയാലും ശരി, അല്ലെങ്കിൽ ഹെസ്ബുള്ള ആയാലും ശരി, ഇതൊക്കെ തന്നെ ഇറാൻ്റെ പ്രോക്സി എന്ന് പറയുമ്പോൾ അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് ഇറാൻ മാത്രമല്ല, ഇറാൻ മാത്രമല്ല, അവർക്ക് ആയുധങ്ങൾ കൊടുത്ത് അവരെ സെറ്റ് ചെയ്ത് നിർത്തുന്നുണ്ടല്ലോ. റഷ്യ കൊടുക്കുന്നുണ്ടായിരിക്കാം, ചൈന കൊടുക്കുന്നുണ്ടായിരിക്കാം. ഹൂത്തീസിനെയൊക്കെ ചൈന നന്നായി, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ഒരു പ്രോക്സി ആണോ ഹൂത്തി എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമേരിക്കയുടെ സ്വാധീനത്തെ റെഡ് സീയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ തന്നെയുള്ള സ്വാധീനത്തെ ചലഞ്ച് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഇതുപോലുള്ള ഹൂത്തീസിനെ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഉള്ള പ്രോക്സീസിനെ അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ആം ചെയ്യുകയൊക്കെ ചെയ്താൽ, ആയുധവൽക്കരിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ, ചൈന വളർന്നു വരുന്നൊരു ശക്തി ആയതുകൊണ്ട് ജിയോ പൊളിറ്റിക്കലി അവർക്കും ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് അവരുടെ അധികാരത്തെ വർദ്ധിപ്പിക്കാനും വ്യാപിപ്പിക്കാനും, കാരണം ജിയോ പൊളിറ്റിക്സ് അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ത്യക്കെതിരെ പഹൽഗാമിൽ പാകിസ്ഥാൻ്റെ തീവ്രവാദികളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇത് നമ്മൾ ചുരുളഴിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ചൈനയായിരിക്കും അവരെ പ്രോക്സിയായിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കുന്നതും, അതുവഴി പാകിസ്ഥാൻ അവരുടെ പ്രോക്സിയായിട്ടുള്ള മിലിറ്റൻസിനെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നത്. അപ്പം ചൈനയുടെ പ്രോക്സിയായിട്ട് മാത്രമേ നമുക്ക് ഇതിനെയൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു ചെറിയ ഒരു, എന്താണ് പറയുന്നത്, ഒരു പിക്ചർ. ഇത് പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് അല്ല. കാരണം ഈ പറഞ്ഞ കാരണങ്ങൾ ഒക്കെ തന്നെ ആകാം, ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ കാരണങ്ങളാകാം US ഇസ്രായേലിൻ്റെ ഇറാനെതിരെയുള്ള യുദ്ധത്തിൻ്റെ
ഏഹ്, കാരണങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. കാരണം ഇതിൻ്റെ എല്ലാം ഫൈനൽ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചൈനയാണ് എന്നുള്ള കാര്യം നമുക്ക് സംശയമൊന്നുമില്ല. ഇനി ഇറാനെ അവർ ദുർബലപ്പെടുത്തുകയാണെങ്കിൽ, ഇറാന്റെ മേൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുകയാണെങ്കിൽ, അതിൽ സംഭവിക്കാൻ പോകുന്നത് റഷ്യയ്ക്കും ചൈനയ്ക്കും മിഡിൽ ഈസ്റ്റിലുള്ള സ്വാധീനം നഷ്ടപ്പെടാൻ പോവുകയും അതിനുശേഷം അമേരിക്കയുടെ നെക്സ്റ്റ് ടാർഗറ്റ് ഏത് രാജ്യമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. ചൈനയാണ് ഒരു വലിയൊരു പവർ ആയതുകൊണ്ട് ചൈനയായിരിക്കും. പക്ഷേ ചൈനയെ വലിയൊരു പവറിനെ നേരിട്ട് അവർ ദുർബലപ്പെടുത്തുന്നതിന് പകരം ആ ഒരു രാജ്യം ഉപയോഗിക്കുന്ന പ്രോക്സിയായിട്ടുള്ള സ്റ്റേറ്റിനെ, ഇപ്പോൾ പാകിസ്ഥാനാകാം അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും രാജ്യങ്ങളാകാം, അതിനുശേഷം മാത്രമേ ചൈനയുടെ നേരിട്ട് ഒരുപക്ഷെ ഏറ്റുമുട്ടാൻ പോലും അമേരിക്ക തയ്യാറാകത്തുള്ളൂ. അപ്പം അതുവരെ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ പ്രോക്സിയായിട്ടുള്ള സ്റ്റേറ്റിനെ, ആ രാജ്യങ്ങളെ ഓരോന്നോരോന്നായിട്ട് നോക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാഖ്, ലിബിയ, ലെബനൻ, സിറിയ എന്ന് പറഞ്ഞ ഒരു ക്രമത്തിൽ ഇപ്പം റഷ്യയെ വാരണാത്തിൽ ഡ്രാഗ് ചെയ്ത് ട്രാപ്പ് ചെയ്തിട്ടുണ്ട് യുക്രൈൻ എന്നുള്ള പ്രോക്സി ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ചൈനയെയും തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും അവർ ട്രാപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇനിയും കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇത്രയാണ് യു എസിൻ്റെയും അല്ലെങ്കിൽ യു എസിൻ്റെ പ്രോക്സിയായിട്ടുള്ള ഇസ്രായേലിൻ്റെയും യുദ്ധ ലക്ഷ്യങ്ങൾ. ഇറാനെതിരെ ഇപ്പോൾ അവർ ചെയ്യുന്ന യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഇത്രയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് നമുക്കിവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ആൻഡ് ഐ വിഷ് യു ഓൾ എ ഹാപ്പി ഡേ ആൻഡ് ഗുഡ് നൈറ്റ്.